അഭിയന്യ തറയിൽ പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പായി നിയമിതനായിരിക്കുന്നു. അഭിയന്യ പിതാവേ, മാർ ഇവാനിയോസ് പിതാവിനോട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആ കാലഘട്ടത്തിലെ വന്യാപിതാക്കന്മാരും തുടർന്ന് വന്ന അതിരൂപതാധ്യക്ഷന്മാർ മലങ്കര സഭയോട് അനുസ്യൂതമായി പ്രകടമാക്കിയ ആ ബന്ധവും ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ കാണുന്നു. അഭിയന്യ പിതാവിൻ്റെ ശുശ്രൂഷ, മഹാപുരോഹിതനടുത്ത ശുശ്രൂഷ സിറോ മലബാർ സഭയെന്ന അപ്പസ്തോലിക സഭയിൽ നിറയുന്നതിന് ചങ്ങനാശ്ശേരി എന്ന അതിൻ്റെ പ്രാദേശിക രൂപഭാവ കാനോനിക വ്യക്തിത്വത്തിൽ അത് പരിപോഷിപ്പിക്കപ്പെടുന്നതിന് ഈ കാലഘട്ടത്തിൽ സർവ കൂട്ടായ്മകളോടും ചേർന്ന് നിന്ന് ദൈവരാജ്യം കെട്ടിപ്പടുക്കുന്നതിന് എല്ലാം പരിശുദ്ധാത്മാവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സ്നേഹവും ആദരവും ഹൃദ്യമായ ബന്ധവും അഭിയന്യ പിതാവിനെ ഞാൻ അറിയിക്കുന്നു. ഈ മഹാകുടുംബത്തിൻ്റെ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന പ്രതിനിധികളുടെ എല്ലാം നാമത്തിൽ ഈ അപ്പസ്തോലിക സഭയുടെ എളിയ ശുശ്രൂഷി എന്ന നിലയിൽ എൻ്റെ സഹോദര മെത്രാപ്പൊലീത്തമാരോട് ചേർന്ന് അഭിയന്യ പിതാവേ, അങ്ങേക്ക് എല്ലാ ദൈവാനുഗ്രഹവും സന്തോഷത്തോടെ നേർന്നുകൊള്ളുന്നു. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു നിൽക്കുന്ന സിറോ മലങ്കര സഭയുടെ വളരെ പ്രകാശമാർന്ന ഒരു കൂട്ടായ്മയിലാണ് നമ്മളെല്ലാവരും. പുനരൈക്യത്തിൻ്റെ ശതാബ്ദിയിലേക്കുള്ള തുടക്കം വചന വർഷമാചരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന നിങ്ങൾക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും സിറോ മലബാർ സഭയുടെയും പേരിൽ ഹൃദ്യമായ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. അഭിവന്യ ക്ലിമീസ് പിതാവ് പറയുകയുണ്ടായി, മാർ ഇവാനിയോസ് പിതാവിൻ്റെ പുനരൈക്യ ശ്രമങ്ങൾക്ക് അഭിവന്യ കാളാശ്ശേരി പിതാവും അതുപോലെ അന്നത്തെ ബഹുമാനപ്പെട്ട പ്ലാസിഡ് അച്ഛനുമെല്ലാം നൽകിയ വലിയ പിന്തുണ, അതിലൂടെ സാർവത്രിക സഭയിൽ ഈ പൗരസ്ത്യ കത്തോലിക്ക സഭ മഹത്വമാർന്ന ശുശ്രൂഷകൾ നൽകാൻ തക്ക രീതിയിൽ വളർന്ന ഒരു ചരിത്രം, അതെല്ലാം നമ്മൾ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. ഒരു സഭാ സമൂഹത്തിൽ നിന്ന് പുനരൈക്യപ്പെടാനായി അഭിവന്യ മാർ ഇവാനിയോസ് പിതാവ് എല്ലാം ത്യജിച്ചുകൊണ്ട് ഒന്നുമില്ലാതെ ഇറങ്ങി വന്ന് ഒരു നൂറ്റാണ്ട് അടുക്കുമ്പോൾ ഇത്രയും വലിയ ഒരു സഭയായി അത് വളർന്നു. ഭാരതത്തില് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രേഷിത പ്രവർത്തനം നടത്തി അനേകരെ സുവിശേഷം അറിയിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയായി അത് വളർന്നു എന്നുള്ളത് സാർവത്രിക സഭയ്ക്ക് തന്നെ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ മലങ്കര കത്തോലിക്ക സഭ നൽകുന്ന വലിയ സംഭാവനകൾക്കും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. കേരള കത്തോലിക്ക സഭയ്ക്കും ഭാരത കത്തോലിക്ക സഭയ്ക്കുമെല്ലാം അഭിവന്യ ക്ലിമീസ് പിതാവ് നൽകുന്ന വലിയ നേതൃത്വവും സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം പാറശാല ഭദ്രാസനത്തിൻ്റെ അഭിവന്യ പിതാവ് എവസേബിയൂസ് തിരുമേനിക്കും പാറശാല ഭദ്രാസനത്തിനും ഇത് ഇത്ര മനോഹരമായിട്ട് ആതിഥേയമരുളുന്ന നിങ്ങൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു. അഭിവന്യ എവസേബിയൂസ് പിതാവ് ഒരേ ഒരു വർഷം മാത്രമേ വടവാതൂർ സെമിനാരിയിൽ പഠിപ്പിക്കാൻ വന്നിട്ടുള്ളൂ. ആ വർഷം ആ ക്ലാസ്സിൽ 2 മെത്രാന്മാർ ഉണ്ടായിരുന്നു. അതിലൊന്ന് ഞാനായിരുന്നു. എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് അഭിവന്യ പിതാവ്. അതുപോലെ ഇടുക്കി രൂപതാധ്യക്ഷനായ നെല്ലിക്കുന്നിൽ പിതാവും ഞങ്ങൾ 2 പേരും ആ ക്ലാസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് ഈ പാറശാല രൂപതയുടെ വളർച്ച കാണാനും അഭിവന്യ പിതാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താനും. പ്രിയപ്പെട്ടവരെ, ഐക്യത്തെ ഭയപ്പെടുന്നവരുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ തങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടും, തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നെല്ലാം കരുതി വിഘടിച്ചു നിൽക്കാനുള്ള പ്രവണതകൾ ഏറുന്ന ഒരു കാലഘട്ടം. നമുക്ക് എവിടെ നോക്കിയാലും അത് കാണാം. രാഷ്ട്രങ്ങളിലും സമൂഹങ്ങളിലും
സഭകളിലും അതുപോലെ ചിലപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പോലും വിഘടനത്തിൻ്റെ ഘടകങ്ങളാണ് കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യത്തെ ഭയപ്പെടുന്ന ഒരു ലോകത്തിൽ പുനരൈക്യം ആഘോഷിക്കപ്പെടേണ്ടതാണ്. നിങ്ങൾ ഐക്യത്തെ ആഘോഷിക്കുന്നവരാണ്. കാരണം ആ ഐക്യം എന്ന് പറയുമ്പോൾ നമ്മൾ പുനരൈക്യപ്പെട്ടത് കൊണ്ട് നമ്മുടെ വ്യക്തിത്വം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും, സാർവത്രിക സഭയിൽ ഒരു പൗരസ്ത്യ കത്തോലിക്ക സഭയുടെ ദൗത്യവും വ്യക്തിത്വവും കൂടുതൽ പ്രകാശമാർന്ന് ഇന്നും മിഴിവോടെ നിൽക്കുന്ന ഒന്നാണെന്നും ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്ന ഒരു കൂട്ടായ്മയാണ് മലങ്കര കത്തോലിക്ക സഭ. അത് നമുക്ക് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് തന്നെ വലിയൊരു പാഠമാണ്. ഐക്യപ്പെട്ടാൽ വ്യക്തിത്വം പോവില്ല. വ്യക്തിത്വം സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഐക്യപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളൊരു കൂട്ടായ്മയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല. നമ്മളായിരുന്നു കൊണ്ട് നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അർത്ഥപൂർണമായ ബന്ധങ്ങൾക്കും കൂട്ടായ്മകൾക്കും സാധിക്കുകയുള്ളൂ. അതാണ് കത്തോലിക്ക സഭ നമുക്ക് നൽകുന്ന വലിയൊരു പാഠം. പൗരസ്ത്യ കത്തോലിക്ക സഭകളോട് അവരുടെ വ്യക്തിത്വം സൂക്ഷിക്കണമെന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കണമെന്നും ആവശ്യപ്പെട്ടത് പരിശുദ്ധ മാർപ്പാപ്പമാരാണ്. ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ചില സഭകളെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു വ്യക്തിത്വം വീണ്ടെടുക്കാൻ. പക്ഷേ പലപ്പോഴും ഈ ഐക്യത്തെയും ഏകീകരണത്തെയും എല്ലാം ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഐക്യത്തെ ആഘോഷിക്കുക എന്ന് പറയുന്നതും വലിയൊരു സുവിശേഷ സന്ദേശമാണ് നൽകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സഭാവിജ്ഞാനീയമാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഈശോയെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഈശോ മിശിഹായെ ഇഷ്ടമാണ്, പക്ഷെ സഭയ്ക്ക് എന്നാ ഇതിനകത്ത് കാര്യം? സഭയെന്ന് പറയുന്നത് ആ സഭ, ഈ സഭ, പല സഭ, ഏതെങ്കിലും ഒരു സഭ, ഇതൊക്കെ പോരെ. അതേസമയം ഈശോ മിശിഹ ഞങ്ങളുടെ രക്ഷകനാണ്, ഈശോ മിശിഹായെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഈശോയ്ക്ക് വേണ്ടിയാണ്, സഭയ്ക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞ് സഭയെ കേവലം ഒരു മാനുഷികമായ സംവിധാനമായി മാത്രം കാണാനുള്ള പ്രലോഭനങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ നമുക്കവരോട് പറയാനുള്ളത്, സഭയിൽ നിന്ന് വേർപെട്ട ഒരു ഈശോ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. ഈശോ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈശോ എന്ന വ്യക്തി കേവലം 33 വർഷം മാത്രം ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തിയല്ല, അവിടെ നിന്നും ജീവിക്കുകയാണ്. പന്തക്കുസ്താദനത്തിൽ ഈശോ പുതിയ ഒരു ശരീരമെടുത്തു. പ്രശസ്തനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിന്റെ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മനോഹരമായ ഒരു ആശയമാണത്. പന്തക്കുസ്താദനത്തിൽ ഈശോ പുതിയ ഒരു ശരീരമെടുത്തു. ആ ശരീരത്തിന്റെ പേരാണ് സഭ. എഫേസ്യ ലേഖനം 1:23 പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ, ക്രിസ്തുവാണ് അതിന്റെ ശിരസ്, നിങ്ങൾ അതിൻ്റെ അവയവങ്ങളാണ്. ഈ ഒരു അടിസ്ഥാന കാര്യം മറന്നിട്ട് സഭയെ കേവലം ഒരു സ്ഥാപനമായിട്ടും ഒരു സംഘടനയായിട്ടും ഒരു NGO ആയിട്ടും ഒക്കെ കാണാനുള്ള പ്രലോഭനം വളരെയേറെയാണ്. ഫ്രാൻസിസ് പാപ്പ നമ്മളോട് ആവർത്തിച്ച് പറയുന്നുണ്ട്, സഭയെന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രവർത്തന സംവിധാനമല്ല, ഒരു സോഷ്യൽ സർവീസ് സംഘടനയല്ല, മറിച്ച് ഇത് ദൈവികമായ ഒരു സംവിധാനമാണ്. നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിൽ ഇവിടെ ഈ വലിയ കൂട്ടായ്മയായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ സഭ എന്താണെന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദേശം നമ്മൾ ലോകത്തിന് കൊടുക്കുകയാണ്. ഈ കുർബാനയിലാണ് സഭ സന്നിഹിതമാകുന്നത്. ഈ സഭ എന്ന് പറയുന്നത് സഭയുടെ 4 ഘടകങ്ങൾ. സഭ ഏകമാണ്, ഒരു ഐക്യത്തിൻ്റെതാണ് ഈ സഭ. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ നമ്മൾ പലതായി പോയി എന്ന് നമുക്കറിയാം. പക്ഷെ എങ്കിലും ഈ ഒരു പ്രാർത്ഥന, നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന ഇന്നും പ്രസക്തമാണ്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്. സഭയുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും ഉദാത്തമായ ചിത്രം പരിശുദ്ധ തൃത്വത്തിൻ്റെതാണ്. പരിശുദ്ധ തൃത്വത്തിന്റെ പ്രത്യേകത എന്താണ്? 3 ആളുകളുണ്ടെങ്കിലും ഒരു സ്വഭാവമേ ഉള്ളൂ. നമ്മുടെയൊക്കെ വീട്ടിൽ 3 ആളുകളുണ്ടെങ്കിൽ എത്ര സ്വഭാവം കാണും? ഒരു 15 സ്വഭാവയിലും കാണും. ഒരാൾക്കൊരു 5 സ്വഭാവം വീതം കാണും. ഈ സ്വഭാവങ്ങളെല്ലാം കൂടെ കലഹിക്കുമ്പോഴാണ് കുടുംബത്തെല്ലാം പ്രശ്നങ്ങളാകുന്നത്.
വർഷങ്ങൾ കഴിയുന്ന ഒരു കുടുംബത്തിന്റെ മനോഹരമായ ചിത്രം എന്താണ്? വർഷങ്ങൾ കഴിയുന്തോറും പരസ്പരമുള്ള ജീവിതത്തിൽ വളരും തോറും പരിശുദ്ധ തൃത്വത്തിന്റെ ആ കൂട്ടായ്മയിലേക്ക്, ആൾക്കാർ പലതുണ്ടെങ്കിലും ഒരു സ്വഭാവത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കണം. ഇത് തന്നെയാണ് സഭകൾക്കും നൽകുന്ന ഒരു സന്ദേശം. സഭകൾ പലതുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക സഭാ കൂട്ടായ്മയിൽ തന്നെ 24 വ്യക്തി സഭകൾ. അവരെല്ലാം അവരുടെ വ്യക്തിത്വം സംരക്ഷിച്ചുകൊണ്ട്, അവരുടെ ആരാധനയുടെ പ്രത്യേകതകൾ, ആരാധനയുടെ ആ സ്വത്വമൊക്കെ സംരക്ഷിച്ചുകൊണ്ട് അവര് ജീവിക്കുമ്പോൾ ആ ഐക്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പല സഭകൾ ഉണ്ടാകുന്നത്, പല പാരമ്പര്യങ്ങൾ ഉണ്ടാകുന്നത്? കാരണം മിശിഹാ രഹസ്യത്തെ ഒരു പാരമ്പര്യത്തിന് മാത്രമായി ഉൾക്കൊള്ളാനോ പ്രകാശിപ്പിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സാർവത്രിക സഭയിലെ വ്യത്യസ്തമായ ഓരോ പാരമ്പര്യവും മിശിഹാ രഹസ്യത്തെ കൂടുതൽ തികവോടുകൂടി അർപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു പാരമ്പര്യവും അല്പം പോലും നഷ്ടപ്പെടരുതെന്ന് സാർവത്രിക സഭ ആഗ്രഹിക്കുന്നത്. സഭ ഏകമാണ്, സഭ വിശുദ്ധമാണ്. സഭ വിശുദ്ധമാണ് എന്നുള്ളതിന്റെ കാരണം സഭ മിശിഹായുടെ ശരീരമാണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. മിശിഹ പരിശുദ്ധി തന്നെയാണെങ്കിൽ അവിടുത്തെ തുടർച്ചയായ സഭയും പരിശുദ്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ സഭാംഗങ്ങൾ മിശിഹായുടെ ശരീരമായ ഈ സഭയ്ക്ക് കോട്ടം വരുത്തുന്നതൊന്നും ചെയ്യാൻ പാടില്ല. അവന്റെ പരിശുദ്ധിക്ക് വിഘ്നം വരുത്തുന്നതൊന്നും നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്യാൻ പാടില്ല. കാരണം അവന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് മാമോദീസായിലൂടെ ഏക ശരീരമാക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ നമ്മുടെ ഈ സഭ സാർവത്രികമാണ്. സാർവത്രികം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രദേശത്തെ പുനരയിക്കപ്പെട്ട കുറച്ചു പേർക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സഭയല്ല. ഒരു സമൂഹം സഭയുടെ സ്വഭാവം ആർജിക്കുമ്പോൾ അത് സാർവത്രികമാണ്. അതിൻ്റെ അതിർത്തികൾ ലോകത്തിൻ്റെ അതിർത്തികളാണ്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പറയുമ്പോഴാണ് നമ്മൾ സഭയായിട്ട് മാറുന്നത്. നമ്മൾ കുടുംബത്തെ ആള് കൂടിയത് കൊണ്ട് മാത്രം വളർന്ന സഭകൾ കുടുംബത്തെ ആള് കുറയുമ്പോൾ ശോഷിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സുവിശേഷം പറഞ്ഞു വളർന്ന സഭകൾ മാത്രമേ, നിരന്തരമായി സുവിശേഷം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സഭകൾ മാത്രമേ യഥാർത്ഥത്തിൽ വളരുന്നുള്ളൂ. ബാക്കി എല്ലാ സഭകളും തളരുകയാണ്. പരിശുദ്ധ മാർപ്പാപ്പ ഈ അടുത്ത നാളിൽ ഏഷ്യൻ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം വത്തിക്കാൻ സ്ക്വയറിൽ നടത്തിയ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, നമ്മൾ കൂടുതൽ യൂറോപ്പ് കേന്ദ്രീകൃതമായിട്ട് ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഞാൻ ഈ അടുത്ത നാളിൽ ഏഷ്യയിലെ രാജ്യങ്ങളിൽ പോയി. അവിടെ ചെന്നപ്പോൾ എത്ര സജീവമായ സഭാ സമൂഹങ്ങളാണ് അവിടെയുള്ളത്. അവിടെ ഇന്നും സഭകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവര് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വളർച്ചയുണ്ടെന്ന് ഫ്രാൻസിസ് പാപ്പ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. സാർവത്രികമാകാൻ മടിക്കുന്ന, ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം പറയാൻ മടിക്കുന്ന, നമ്മൾ ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് കഴിയാമെന്ന് കരുതി ഒരു മെയിൻ്റനൻസ് ചർച്ചായിട്ട് മാത്രം പോകുന്ന സഭകൾ തളർന്നു പോകുന്നു എന്നുള്ളതിനും ഈ നൂറ്റാണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം സഭ ശ്ലൈഹികമാണ്. ഒരു സ്ലീഹായോടുള്ള ബന്ധമാണ് നമ്മളെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. നമ്മൾ ഇന്നലെയോ മിനിഞ്ഞാന്നോ പൊട്ടിമുളച്ച ഒരു സഭാ സമൂഹമല്ല. നമ്മൾ എന്തുകൊണ്ടാണ് പാവനമായി നമ്മുടെ സുറിയാനി ഭാഷ സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് വിശുദ്ധ തോമാസ് ശ്ലീഹായോടുള്ള ബന്ധം നമ്മൾ സൂക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് വിശുദ്ധ പത്രോസിനോടുള്ള ബന്ധം നമ്മൾ സൂക്ഷിക്കുന്നത്? കാരണം നമ്മുടെ സഭ അപ്പസ്തോലന്മാരിലൂടെ കൈമാറി കിട്ടിയ സഭയാണ്. അതുകൊണ്ടാണ് ഈ അപ്പസ്തോലിക പാരമ്പര്യങ്ങളെ നമ്മൾ കേവലം സാംസ്കാരിക ഘടകങ്ങളായി മാത്രം കാണാതെ ദൈവിക വെളിപാടുകൾ നൽകുന്ന ഘടകങ്ങളായി കണ്ട് അവയെ നമ്മൾ സംരക്ഷിക്കേണ്ടത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടി ഈ പുനരൈക്യത്തിൻ്റെ വലിയ ജൂബിലിക്ക് ആയിട്ട് ഒരുങ്ങുമ്പോൾ, അതിനുള്ള പ്രാരംഭ വർഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഈ വേളയിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ സഭയെന്ന രഹസ്യത്തിൽ ആഴപ്പെടാൻ നമുക്ക് പരിശ്രമിക്കാം. ഏകവും വിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ ഈ സഭയുടെ ഭാഗമാകുന്നതിൽ നമുക്ക് അഭിമാനിക്കാനായിട്ട് സാധിക്കണം. ഈ സഭയുടെ തനിമയിൽ ജീവിച്ചുകൊണ്ട്, ഈ സഭയുടെ ആരാധന പൈതൃകത്തിൽ വളർന്നുകൊണ്ട്, അതിന് ദൈവിക വെളിപാട് മിശിഹാ രഹസ്യത്തെ പ്രകാശിപ്പിക്കാൻ ലഭിക്കുന്ന ഈ മഹോന്നതമായ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാനായിട്ടാവണം. ആ രീതിയിൽ കൂട്ടായ്മയിൽ ഓരോ ദിവസവും വളരുവാനും ഈ സാർവത്രിക സഭയ്ക്കും ലോകത്തിനു മുഴുവനും വലിയ സംഭാവനകൾ നൽകാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ അനുദിനം വളർന്നു വരട്ടെ.
ഈ കൂട്ടായ്മ സാർവത്രിക സഭയ്ക്ക് മുഴുവൻ അനുഗ്രഹമാണ് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.